കർക്കിടക സ്പെഷ്യൽ പ്രഥമൻ പായസം എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യമായി ഒരു നാളികേരം ചിരകിയെടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും വേറെ മാറ്റി വെച്ചു. ചൂടായ പാത്രത്തിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് പ്രഥമൻ്റെ പരിപ്പൊന്ന് വറുത്ത് മാറ്റി വെച്ചു. ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നല്ലോണം കഴുകി വൃത്തിയാക്കി ആദ്യമായി ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂപ്പിച്ചിട്ട് വരുന്നിടത്ത് ഉണക്ക മുന്തിരിയും ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വെച്ചു. 4 ആണി വെല്ലാണ് ഇനി വേണ്ടത്. അത് നല്ലോണം കഴുകിയെടുത്തിട്ട് ശർക്കര പാനി തയ്യാറാക്കാൻ വേണ്ടി 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കുക. ശർക്കര പാനി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരുക്കി വന്നു കഴിഞ്ഞാൽ അത് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് അരിച്ചെടുക്കുക. ഇനി ഒരു 6 ഏലക്കയാണ് വേണ്ടത്. 6 ഏലക്കയും ഒന്ന് പൊടിച്ചിട്ടോ കഴുകിയിട്ടോ മാറ്റി വെക്കുക. പിന്നെ ഗ്രാമ്പും ഇച്ചിരി ചുക്കുപൊടിയും കൂടി വേണം. രണ്ടാം പാൽ ഒഴിച്ചിട്ട് അതിൽ വറുത്ത മാറ്റി വെച്ച പ്രഥമൻ്റെ പരിപ്പ് ഒന്നും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി യോജിപ്പിക്കണം. ഇത് 20 മിനിറ്റ് ഇനി നല്ലോണം ഒന്ന് വേവിക്കണം. 20 മിനിറ്റ് ആയാലാണ് നല്ലോണം ഒന്ന് വെന്ത് വരിക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ച ശർക്കര പാനി അത് ഇനി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക. ഇനി ഒരു 10 മിനിറ്റ് നല്ലോണം ഒന്ന് വെന്ത് വരണം. നല്ലോണം യോജിപ്പിച്ചിട്ടൊന്ന് വെന്ത് വരണം. അതിനു വേണ്ടി നല്ലോണം ഒന്ന് ഇളക്കുക. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചുക്കുപൊടിയും ഏലക്കയും ഗ്രാമ്പുമാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാൽ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയ്ക്ക് 1/2 കപ്പ് അരിപ്പൊടി ഒരു 1.5 കപ്പ് വെള്ളത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നല്ലോണം ഒന്ന് വേവിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരിപ്പൊടി കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മുടെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ കൂടി ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കർക്കിടകത്തിന് ആണ് സ്പെഷ്യൽ പ്രഥമൻ പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രഥമൻ പായസം ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ദിസ് ഇസ് മീ നിതുൻ സൈനിങ് ഓഫ്. ബൈ.